ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്തയായ ടാരോ ട്രേഡറും ഏഞ്ചൽ ഹീലിങ്ങും ആകാശിക് റെക്കോർഡും അതേപോലെ റെയ്ക്കി ഹീലിങ്ങും എല്ലാം ചെയ്യുന്ന ഗുരുവായൂരപ്പൻ ഭക്തയും കൂടി ആയിട്ടുള്ള നമ്മുടെ ദർശന മാം ആണ്. ദർശന മാമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്തേ മാമിൻ്റെ കുറേ വീഡിയോസ് ബാക്കിൽ വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ചോദിക്കണം എന്ന് ഞാൻ നേരിട്ട് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് ചോദിക്കണം എന്ന് കരുതിയൊരു ചോദ്യമാണ് ഇപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇതൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് മാം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? ഒത്തിരി പേരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മാമിലൂടെ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കപ്പെടുന്നു. പക്ഷെ മാം ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്ത കൂടെയാണ്. കുറച്ചു നേരം മാം വന്ന് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. മാം, ഭഗവാന്റെ അനുഗ്രഹം എനിക്കിന്ന് മാമിനെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ അത്യധികം സന്തോഷവതിയാണ്. മാം, എങ്ങനെയാണ് ഗുരുവായൂരപ്പനിലേക്കുള്ള ആ ഒരു ഭക്തി, അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ചെറുപ്പം മുതലേ വന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഭക്തി തുടങ്ങിയത്? ആദ്യം തന്നെ ഞാൻ ഭഗവാന് നന്ദി പറയാണ്. ഞാൻ മുടങ്ങാതെ കാണുന്നത് നമ്മുടെ ഗായത്രിയുടെ ഗുരുവായൂരപ്പ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാനിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു, ഗുരുവായൂരപ്പ എനിക്ക് ഗായത്രീനെ ഒന്ന് കണക്ട് ചെയ്ത് തരണേ. കാരണം ദക്ഷിണ വെച്ച കല്യാണത്തിന് ദക്ഷിണ വെച്ച് അത് പോയ കാര്യം, അതായത് എടുത്ത കാര്യമൊക്കെ പറഞ്ഞില്ല. എനിക്കപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കാണണമെന്ന്. അപ്പോൾ ഗായത്രിന്ന് ഇവിടെ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അതിന് വളരെ സന്തോഷം. അത് ആദ്യം ഞാൻ ഷെയർ ചെയ്യട്ടെ. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു എന്താ പറയുക, അത്താണി എന്നുള്ളൊരു വേർഡ് വേണമെങ്കിൽ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ ഒരുപാട് ഇന്നർ ചൈൽഡ് പ്രോബ്ലംസിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ. അപ്പോൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഫെയറീസ് എന്നൊക്കെ പറയണ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ വരും എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ അച്ഛമ്മ രാത്രി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ തല ഇങ്ങനെ തടവി മസാജ് ചെയ്ത് തരുമ്പോൾ പുള്ളിക്കാരി കുറേ കഥകൾ എനിക്ക് പറഞ്ഞുതരും. അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എനിക്കൊരു സൂപ്പർ ഹീറോ ലെവലാണ് അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് എന്താണോ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറയുന്നത് അതിനൊരു ഉത്തരമായിട്ട് അദ്ദേഹം മറുപുറത്തു നിന്ന് നമുക്ക് അത് ഒന്നെങ്കിൽ ഒരാളുകളാവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വായിക്കുന്ന കൂട്ടത്തിൽ നമുക്കത് കണക്ട് ചെയ്ത് വരാം. അങ്ങനെയൊക്കെ എനിക്കത് ഭഗവാൻ അങ്ങനെ കൊണ്ടുവന്ന് തന്ന് പിന്നെ അങ്ങനെ സ്ഥിരമായി ഈ നിമിഷം വരയ്ക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച ഭക്താന്നൊന്നും പറഞ്ഞുകൂടെ. കാരണം പൂന്താനം, കുറൂരമ്മ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു വിശ്വാസം, അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നാണ്. വളരെ ചെറിയ പ്രായം തൊട്ടേ പല അനുഭവങ്ങളിലൂടെ അത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചോറൂണ് മുതൽ, അത് നമ്മളവിടെ സറണ്ടർ ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് അടിമ കിടത്തുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ള അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മുടെ അച്ഛനായിട്ട് വരും എന്നാണ് വിശ്വാസം. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഗുരുവായൂർ അമ്പലം ഭഗവാൻ സാക്ഷിയായിട്ടാണ് നടന്നത്. എൻ്റെ അരങ്ങേറ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പുള്ളി കൂടെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഗുരുവായൂരമ്പലം, എനിക്ക് ഓർമ്മയിൽ വരുന്നത് എൻ്റെ അനിയത്തിക്ക് ചോറ് കൊടുക്കാൻ പോയ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 വയസ്സ് പ്രായമായിരിക്കും എൻ്റെ നല്ല ഇതിലുള്ള ഓർമ്മയിൽ. അപ്പോൾ എനിക്ക് അവിടെ കണക്ട് ചെയ്ത് വന്ന മഞ്ചാടിക്കുരുവിൻ്റെ, ഇപ്പോഴത്തെ സ്ഥലമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ആ മഞ്ചാടിക്കുരു, അവിടെ ഓരോ ഭാഗത്തും മഞ്ചാടിക്കുരു ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. നേരത്തെ അതിങ്ങനെ പറക്കിക്കൊണ്ട് നടക്കുക. മയിൽപ്പീലി കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയാണല്ലോ, ആ കുട്ടികളിലതാ. പിന്നെ അവിടെ അന്നത്തെ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ മുയലുകൾ ഓരോ തൂണിൻ്റെ, ഇപ്പം വടക്കേ നടയിൽ വരുന്ന സമയത്ത് കണ്ടിട്ടില്ല, അവിടെ ഓരോ തൂണിൻ്റെ ഭാഗത്ത് കുഞ്ഞു മുയലുകൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെൻ്റെ തോന്നലായിരുന്നു എന്ന് എനിക്കറിയില്ല. നേരത്തെ എനിക്കത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. പിന്നെ അമ്പലപ്രാവുകൾ, ഇഷ്ടം പോലെ അമ്പലപ്രാവ്, ഇതൊക്കെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. പിന്നെയാണ് ഭഗവാനിലേക്ക് അത് ഒരു ദൈവമാണ് എന്നുള്ളതിലെ കോൺസെപ്റ്റിലേക്കൊക്കെ എത്തിയത്. അപ്പം എനിക്കൊരു ജസ്റ്റ് എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു വ്യക്തി ഞാനിപ്പോഴും അങ്ങനെ തന്നെ പറയാം, ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തർക്ക്, അതായത് ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് അടിയുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു ശിലയായിട്ടോ അല്ലെങ്കിൽ എല്ലാരും വന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ എൻജോയ് ചെയ്ത് അതൊന്നും നമുക്ക് പറ്റില്ല. നമ്മളത് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ആരോ ആണ് നമ്മളെ പോലെ ഒരു അതല്ലേ പൂർണ്ണമായിട്ടുള്ള ഒരു ഭക്തിഭാവം എന്ന് പറയുന്നത്. എനിക്കൊരു സന്തോഷം കിട്ടിയ, ഈവൻ ഞാൻ നല്ലൊരു ഫുഡ് കഴിച്ച
എനിക്ക് അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഞാൻ അയ്യോ ഇത് ഭഗവാന് കിട്ടിക്കോട്ടെ, എനിക്ക് കിട്ടിയ എല്ലാ നല്ല എക്സ്പീരിയൻസും ആൾക്കും കൂടെ ഷെയർ. ഞാൻ ചിലപ്പോൾ നല്ല ഫുഡൊക്കെ കിട്ടിയ ഇമോഷണലായി പെട്ടെന്ന് കണ്ണിന്ന് വെള്ളമൊക്കെ വരും. വിചാരിച്ചതിനേക്കാളും നന്നായി ഒരു കാര്യം നന്നായാലും ചെയ്ത വർക്ക് നന്നായാലും ഒക്കെ എനിക്ക് നല്ലൊരു ഇന്നർ ഹാപ്പിനെസ് വരില്ല. അപ്പം ഞാൻ അത് ഫുള്ളായിട്ട് അയ്യോ ഇത് ഭഗവാനെ ഫീൽ ചെയ്യാൻ സാധിക്കണം, ഞാൻ എന്താണോ സന്തോഷിച്ചത് അത് പുള്ളിക്കും കൂടെ അറിയണേ പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പറയാറുണ്ട്. അങ്ങനെ ഒരു കണക്ഷനും കൂടെ വളരെ നല്ലൊരു ക്വാളിറ്റി ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തരെന്ന് പറയുമ്പോൾ ഭഗവാനിലേക്ക് നമ്മൾ ആദ്യം നമ്മളെ സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാത്തിനും വലിച്ച് പുറത്തേക്ക് ഇടും. നമ്മള് ശരിക്കും ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മള് വട്ടപൂജ്യമാക്കി ആത്മാഭിമാനം തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞൊരു യോഗി എന്നുള്ളൊരു ഫോമിലേക്ക് നമ്മളെ ഉയർത്തുന്നത്, കൈപിടിച്ച് ശക്തമായിട്ടുള്ള രീതിയിൽ ഉയർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. നിങ്ങളിപ്പോ ഗുരുവായൂരപ്പൻ ഭക്തന്റെ ഡിവോട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സത്വത്തെയും ഭഗവാൻ എടുത്ത് വലിച്ചു വെളിയിലിട്ട് അതിനൊക്കെ നമ്മൾക്കൊരു പ്രയോറിറ്റി എന്താണ് ഇത് എന്നുള്ളത് നമുക്ക് ഒരു നേർക്കാഴ്ച ഭഗവാൻ തരും എന്നുള്ളതാണ്. അത് നേടിയതിന് ശേഷം പിന്നീട് നമ്മുടെ ചുവടുവെപ്പുകൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേയിലായിരിക്കും. ശരിയല്ലേ? അതായത് ഭഗവാൻ കൈപിടിച്ച് നീ ഇതാകണം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ മീഡിയയിൽ വന്നിരിക്കുന്ന ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ഭഗവാനെ കുറിച്ച് 4 പേരോട് പറയണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെയാണ് മാഡത്തിന്റെ ജീവിതവും എനിക്ക് നോക്കി കാണുമ്പോൾ. കാരണം ആ 2023 എന്നുള്ളൊരു സാഹചര്യത്തിൽ അതിനു മുമ്പ് സാധാരണ ജീവിതം നയിച്ച ആളാണ് ഞാൻ. മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഗുണങ്ങളും എനിക്കുണ്ടായിരുന്ന ഒരാൾ. സ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ ജോലി സർവൈവ് ചെയ്ത് പോകാൻ നമ്മൾ പലതും ചെയ്യേണ്ടി വരും. കാരണം കാറ്റഗറൈസിങ് ഉണ്ട് ടീച്ചേഴ്സിന്, അങ്ങനെ അറിയാലോ, പ്രൈവറ്റ് ടീച്ചേഴ്സിന് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ പലതും ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ പുള്ളിയുടെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുള്ളിയോട് പറയും എനിക്ക് ടീച്ചർ ആവണം എന്ന് ഞാൻ ചെറുപ്പം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ പുള്ളി അതെനിക്ക് സാധിച്ചു തന്നു, നീ ഇത് എക്സ്പീരിയൻസ് ചെയ്യ്, അത് കഴിഞ്ഞ് മതി, നിൻ്റെ വഴി ഇതല്ല, നിനക്കിനി വേറെ വഴി ഉണ്ടെന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് ഇപ്പോൾ ഗായത്രി പറഞ്ഞ പോലെ തന്നെ വട്ടപൂജ്യമാക്കി നിർത്തി തന്നെ. അതായത് പൈസ മറ്റൊരാളുടെ നിന്ന് ചോദിക്കേണ്ട അവസ്ഥ അപ്പോൾ പോലും ചിലപ്പോൾ എനിക്ക് കണക്ട് ചെയ്ത് കിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യണം, എനിക്കിനി ഒന്നുമില്ല, ആശ്രയം ഭഗവാനല്ലാതെ വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ കാണുമ്പോൾ അത് വട്ടാണെന്നൊക്കെ പറയാം. ഒരു ഗുരുവായൂരപ്പ ഭക്തർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പേര് അതാണല്ലോ, അവസാനം വരുന്ന പേര് അതാണ്. അപ്പോൾ അത് നമുക്കത് തൊടില്ല, നമ്മുടെ ശരീരത്തിൽ പോലും തൊടില്ല. അങ്ങനെ പറഞ്ഞാലും നമ്മുടെ എവിടെയും സ്പർശിക്കാൻ പോകും, നമ്മുടെ മനസ്സ് വേറൊരു ഫോമിലായി കഴിഞ്ഞു. പക്ഷെ അത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ വ്യാപ്തിയും ഉൾവ്യാപ്തിയും എത്രത്തോളാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. എനിക്കിപ്പോ ഒരു സന്തോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വഴിയിലേക്ക് ഒരുപാട് പേര് ജീവിതത്തിൽ ഭക്തി ഇല്ലാത്ത ആൾക്കാർ, ഭക്തി എന്നല്ല ദൈവവിശ്വാസം പോലും ഇല്ലാത്ത എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഗുരുവായൂരപ്പനുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് അറിയാലോ. അപ്പോൾ അവരത് റിയലൈസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് പേരെ കൊണ്ടുപോയി, അവർ വിളിക്കും, എന്നോട് പറയാറുണ്ട് പോകുന്നുണ്ടെങ്കിൽ പറയണം പറയും. ഞാനപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വരും. അത് അടുത്ത നിമിഷം അവരുടെ ലൈഫിൽ കാണിച്ചു കൊടുക്കുകയാണ്. അതിന് എന്താണോ അവർ വിഷമിച്ചത് ആ ഒരു കാര്യം കൃത്യമായി അതിന് സൊല്യൂഷൻ ആക്കി കാണിച്ചു കൊടുക്കും. പിന്നെ അവർ പറയും അയ്യോ നീ പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾക്ക് ഇത്രയും വിശ്വാസം ആയില്ല. ഈ അടുത്ത അനുഭവം തന്നെ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഗുരുവായൂർ നടന്നല്ലോ. അപ്പോൾ ആ നടന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി നിരീശ്വരവാദിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ കോളേജ് മേറ്റാണ്. പുള്ളിക്കാരി ഇതേപോലെ എൻ്റെ കൂടെ വരണം പറഞ്ഞു. നന്ദഗോവിന്ദം ഭജൻസ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഓളം പറയണ്ടല്ലോ. അപ്പോൾ അവരെ കാണാനായിട്ടാണ് പുള്ളിക്കാരി ആക്ച്വലി വന്നത്. പക്ഷേ ഞങ്ങൾക്ക് അന്ന് അത്രയും തിരക്കുണ്ടായിരുന്നു. ഗുരുവായൂർ കാല് കുത്താൻ പറ്റില്ല, അത്രയ്ക്ക് ഗുരുവായൂർ ഉത്സവത്തിന് പോലും ഇല്ലാത്തത്രയും തിരക്ക് അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ അത്താഴ ശിവേലിക്ക് പുള്ളി പുറത്തിറങ്ങുമ്പോൾ അവൾ ഒറ്റ നോട്ടേ കണ്ടുള്ളൂ, അതും വെളിയിൽ നിന്നിട്ട്. നാലമ്പലത്തിൻ്റെ ഉള്ളിൽ പോലും കയറിയിട്ടില്ല, കയറിയിട്ടില്ല, വെളിയിൽ നിന്നിട്ട് അവൾ ജസ്റ്റ് അവൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ആ വെളിയിൽ പുള്ളി ഇങ്ങനെ പോകുന്ന സമയത്ത് പറഞ്ഞു. 2-3 ദിവസം ആകുമ്പോഴേക്കും അതിന് സൊല്യൂഷൻ കിട്ടിയപ്പോൾ അവൾ കരഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, നമ്മുടെ കൂടെ വന്നിട്ട് ഒരാൾക്ക് നല്ല മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് അതല്ലേ ഏറ്റവും വലിയ. തീർച്ചയായിട്ടും മാം, അതിനുള്ള ഓരോ നിയോഗമായി നമ്മൾ പിറവിയെടുത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ളവർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ നിയോഗം ആകാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. ഇതം നമ്മ നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ
കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.